ഇന്ന് കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന ഉത്സവം എന്ന നിലയിൽ കുറ്റ്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സംക്രമവേല പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു. തികച്ചും ഭക്തജനങ്ങളുടെ സഹായഹസ്തത്തിലൂന്നി നടന്നുവരുന്ന ഈ ആഘോഷം ഇവിടെ മതേതരത്വത്തിനും അതീതമായാണ് കൊണ്ടാടി വരുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി നിരവധി മേളലയ താളങ്ങൾ നിറഞ്ഞാടുമ്പോഴും ഇവിടുത്തെ പ്രസിദ്ധിയിൽ മുന്നിൽ നിൽക്കുന്നത് വർണ്ണപ്പൊലിമയും ശബ്ദഗാംഭീര്യവും ഒരുപോലെ സമന്വയിപ്പിച്ച് ആഘോഷത്തിന്റെ നീലിമയിലും ഇരുട്ടിന്റെ കാഠിന്യതയിലും പ്രസരിക്കുന്ന വെടിക്കെട്ട് അഥവാ കരിമരുന്ന് പ്രയോഗമാണ്. ഇന്ന് കേരളത്തിന്റെ മതാഘോഷത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കരിമരുന്ന് പ്രയോഗം നടത്തുന്നതും ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ നടത്തുന്ന നിറമാലയും ഇന്ന് ദേശങ്ങൾക്കപ്പുറത്തേക്ക് പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെ അല്ലെങ്കിൽ ഉത്രാളിക്കാവ് പൂരം പോലെ തന്നെ അത്രയും വിശേഷമായിട്ടാണ് നമ്മുടെ കുറ്റ്യങ്കാവിലെ പൂരം എല്ലാം നടത്തുന്നത്. അപ്പം ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ എത്ര വലുതാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. വലിയ വിശേഷമാണ് ഇവിടുത്തെ ഓരോ ഉത്സവവും, ഇവിടുത്തെ ഓരോ വേലയും ഒക്കെ ഭയങ്കര വിശേഷം തന്നെയാണ്. അപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ ഉത്സവ കാര്യങ്ങളൊക്കെ ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പോൾ ഈ വൃശ്ചിക മാസത്തിലെ 30 വെള്ളിയാഴ്ച, അതാണ് ആദ്യത്തെ വെള്ളിയാഴ്ച. അതാണ് ഇവിടുത്തെ അമ്പലത്തിലെ നിറമാല എന്ന് പറയാം. കുറ്റ്യങ്കാവ് നിറമാല എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വളരെ പ്രശസ്തമാണ്. രണ്ടാമത്തെ ഒരു ഇതുള്ളത് സംക്രമവേല, കുംഭസംക്രമത്തിന് ഉള്ള അതാണ് സംക്രമവേല എന്നതിന് പറയാം. അപ്പോൾ മിക്കവാറും മകരമാസം അവസാനത്തെ ദിവസവും ചിലപ്പോൾ കുംഭം 1-ാം തീയതി വരും. ഇപ്പോൾ കഴിഞ്ഞ വർഷം കുംഭം 1-ാം തീയതി ആയിരുന്നു ഈ സംക്രമം. ഈ സംക്രമം കണക്കാക്കിയിട്ടാണ് ഈ ദിവസം നിശ്ചയിക്കുന്നത്. നല്ല പഞ്ചവാദ്യക്കാരും കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പഞ്ചവാദ്യക്കാരും വന്ന് കൂട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഓരോ കാലത്തും ഇന്നുകൂടെ ഓരോ കാലത്തും ഉണ്ടായിട്ടുള്ള നല്ല ആനകൾ, ഗജവീരന്മാരെ എഴുന്നള്ളിക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ തൃശ്ശൂർ പൊതുവെ ആനയും വെടിക്കെട്ടില്ലാത്തൊരു സംഭവമില്ല. പിന്നെ ഇവിടെ വെടിക്കെട്ടിന് അന്ന് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഈ പഞ്ചവാദ്യത്തിനും ഈ ആനകളുടെ കാര്യത്തിനും എഴുന്നള്ളിപ്പിനുമായിരുന്നു പ്രധാന കാര്യം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതൊന്നുമല്ല. ഇന്നിപ്പോൾ ഈ ഉത്രാളി പൂരം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് തൃശ്ശൂർ പൂരത്തിനേക്കാൾ നന്നായിട്ട് വെടിക്കെട്ട് കത്തിക്കുന്നു കുറ്റ്യങ്കാവ്. അതെ, ജന്മജന്മാന്തരമായി ഒരു ദേശത്തെ മുഴുവനും ഒരുമിപ്പിച്ച് കാവനാളായി നിലയുറപ്പിച്ചുകൊണ്ട് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞും സങ്കടങ്ങൾക്ക് അറുതി വരുത്തി കുടികൊള്ളുന്ന ശ്രീ കുറ്റ്യങ്കാവ് ഭഗവതിയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്കും വിടവാങ്ങാം. കരുണാകടാക്ഷത്തിന്റെ കൈവല്യദായിനിയായി ഇനിയും ഓരോ ജനത്തിനും അനുഗ്രഹം ചൊരിയണമേ എന്ന് നമുക്കും മനമുരുകി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ അല്ലേ, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വാലത്തൊക്കെ വെച്ച് കാര്യങ്ങളെല്ലാം ദേവിയുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു, അതിനുള്ള പരിഹാരങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ എന്തോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിച്ച പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് ഈ ആൾത്തറയിൽ ഇത്രയും നല്ല കാറ്റും വേറെ ഒരു അമ്പലത്തിലും കിട്ടത്തില്ല, ഇത്രയും ഒരു സമാധാനവും കിട്ടത്തില്ല. എപ്പോഴും ആൾ ഭയങ്കര തിരക്കും ഒക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെ തിരക്കുണ്ടെങ്കിലും മിക്ക സമയങ്ങളിലും വളരെ മനസ്സ് റിലാക്സ് ചെയ്ത് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ അമ്പലം. എന്നെക്കാൾ വലിയൊരു ഭക്തൻ തന്നെയാണ് ജയശേട്ടൻ. അപ്പോൾ നമുക്ക് ജയശേട്ടൻ്റെ ഒരു 2 വരി അമ്മയുടെ സ്തുതി എന്തെങ്കിലും കേട്ടാലോ? അമ്മയെപ്പറ്റി ഞാൻ എപ്പോഴും പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു 4 വരി ശ്ലോകം. വന്ദേ മാതരമംബികാം ഭഗവതിം വാണി രമാസേവിതാം കല്യാണി കമനീയ കൽപ്പലതികാം കൈലാസനാഥപ്രിയാം വേദാന്ത പ്രതിപാദ്യമാന വിഭവാം വിദ്വൻ മനോരഞ്ജിനിം ശ്രീചക്രാങ്കിത
രത്നപീഠനിലയാം ശ്രീരാജരാജേശ്വരി ശ്രീരാജരാജേശ്വരി ശ്രീരാജരാജേശ്വരി. പിന്നെ ഇതുവരെ പറയാത്ത ഒരു രഹസ്യവും കൂടി ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളോ എന്തെങ്കിലും തടസ്സങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ എൻ്റെ ടീച്ചറാണ് എനിക്ക് പറഞ്ഞു തന്നത് കനകധാര സ്തോത്രം ജപിച്ചാൽ മതി എന്ന്. ഇന്ന് ഈ നിമിഷം വരെയുള്ള എൻ്റെ ജീവിതത്തിൽ കനകധാര എന്ന് പറയുന്ന അത്ഭുത ശക്തിയുള്ള മന്ത്രം എനിക്ക് വളരെയധികം പ്രയോജനപ്രദം തന്നെയാണ്. എന്ന് ഞാൻ ഒരു വിഷമം ഓർത്ത് പിന്നെ ദേവിയുടെ കനകധാര ജപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ മന്ത്രത്തിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ശങ്കരാചാര്യർ ദേവിയെ കനകധാര ചൊല്ലി സ്തുതിച്ചപ്പോൾ സ്വർണ്ണ മഴ പെയ്തു, സ്വർണ്ണ നെല്ലിക്ക മഴ പെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. കനകധാര തന്നെ ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കനകമല്ലെങ്കിലും ആ പണം വെള്ളി ഞങ്ങൾക്ക് എന്തായാലും കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വളരെ അനുഭവമാണ്. അപ്പോൾ അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം. കാരണം ഇത് എല്ലാ ആളുകൾക്കും എല്ലാ പ്രേക്ഷകർക്കും ഇതൊരു പാഠമാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ചില പ്രശ്നങ്ങൾ ആ നിമിഷം തന്നെ മാറിക്കിട്ടും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ അത് എല്ലാ ദിവസവും ചൊല്ലാനും നമുക്ക് സാധിക്കാറില്ലെന്ന് മാത്രം. എന്നത് ചൊല്ലുന്നോ അന്നോ അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ തെളിയും എന്നുള്ളൊരു കാര്യം അച്ചിട്ടാണ്. അപ്പം നമുക്ക് ആ മന്ത്രം ഒന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരാഭംഗലീലാ മാംഗല്യദാസ്തു മമ മംഗളദേവതായ എന്ന് തുടങ്ങുന്നതാണ് ആ മന്ത്രം. ഇതൊരു 10-15 മിനിറ്റോളം ഇങ്ങനെ കുറച്ച് സ്റ്റാൻസ് ഉണ്ട്, കുറച്ച് വരികളുണ്ട്. അത് നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലുന്നു? ഒന്നോ രണ്ടോ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി. അല്ല, അത്രയ്ക്ക് പൈസക്ക് ആവശ്യമുള്ളവർക്ക് 2-3 ചൊല്ലാലോ. അപ്പൊ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം കടാക്ഷം ഉണ്ടാവട്ടെ. പറ്റുമെങ്കിൽ ഇപ്പോൾ ഈ ഇന്റർവ്യൂവിലൂടെ നമ്മുടെ ദേവിയെ പറ്റിയിട്ടും ഈ സ്ഥലങ്ങളെ പറ്റിയിട്ടും ഇതിൻ്റെ പ്രകൃതി ഭംഗിയെ പറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ സമയമില്ലാത്തൊരു സമയം ഉണ്ടാക്കി അമ്മയെ കാണാൻ വരണം. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന അതേ അനുഗ്രഹം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമസ്തേ.